ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് തിയറി ഓഫ് മെഷീൻസ് ആണ്. അതിനകത്ത് വരുന്ന ടോപ്പിക്സ് മെക്കാനിസംസ്, മെഷീൻസ്, അവരുടെ മോഷൻസ്, അതായത് ഡിഗ്രി ഓഫ് ഫ്രീഡം, പിന്നെ ഡിഫറെൻറ്റ് പേയേഴ്സ്, അതുപോലെ തന്നെ ലിങ്ക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് മോഷൻ, വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസം വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻവേർഷൻസ്, ദെൻ വെലോസിറ്റി അനാലിസിസ് വരുന്നുണ്ട്. അതിന് നമുക്ക് മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഇഫ് എ നമ്പർ ഓഫ് ബോഡീസ് ആർ അസംബ്ലി ഇൻ സച്ച് എ വേ ദാറ്റ് ദ മോഷൻ വൺ കോസസ് കൺസ്ട്രെയിൻറ്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ മോഷൻ ടു ദ അതേഴ്സ് ഈസ് നോൺ ആസ് മെക്കാനിസം. അപ്പോൾ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ബോഡിയുടെ ഒരു മോഷൻ മറ്റൊരു ബോഡിയുടെ മോഷനെ കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രെഡിക്റ്റബിൾ മോഷന് കാരണമാകുന്ന അത്തരം ഡിഫറെൻറ്റ് ബോഡീസിൻ്റെ ഒരു അസംബ്ലി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെക്കാനിസം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ കയ്യിലൊരു മോട്ടർ ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളൊരു മോട്ടറുണ്ട്. ഇപ്പോൾ അതെന്താണ്, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു പിസ്റ്റൺ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു മോട്ടറിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഒരു റൊട്ടേഷൻ മോഷൻ അല്ലെങ്കിൽ റോട്ടറി മോഷനാണെന്ന് പറയാം. പക്ഷെ എന്താണ്, ഈ ഒരു പിസ്റ്റണ് നമുക്ക് എന്താണ്, ഈ ഒരു പിസ്റ്റൺ വരുന്നത് എന്തായിരിക്കും? ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിരിക്കും. ഈ ഒരു കേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതാണ്, ഈ ഒരു മോട്ടർ ഇതൊരു ബോഡിയാണ്, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ലിങ്ക് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ബോഡിയാണ്, അതുപോലെ ഇതൊരു ബോഡി, ദെൻ ഇതൊരു ബോഡിയാണ്. എന്താണ്, ഇതിനകത്ത് ഓരോ പാർട്സിനും അല്ലെങ്കിൽ ഓരോ ബോഡിക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് പോസിബിളാണ്, ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിളാണ്. പക്ഷേ എന്താണ്, ഇവർ അസംബിൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താണ്, അവരുടെ മോഷൻസ് എല്ലാം കൺസ്ട്രെയിൻ്റ് ആയി, അതായത് സം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിട്ടുണ്ട്, കട്ടായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കെന്താണ്, ഈ ഒരു മെക്കാനിസം അതുപോലെ തന്നെ ഇവരുടെ എന്താണ് ഈ ലിങ്കുകൾ തമ്മിലുള്ള റിലേഷൻസൊക്കെ 2-3 ലോസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലോസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതിനകത്ത് വരുന്ന എന്താണ്, ഏതൊരു നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് മോഷൻ ലഭിക്കുന്നു പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ എന്താണ്, എ മെക്കാനിസം ട്രാൻസ്മിറ്റ് ആൻഡ് മോഡിഫൈ എ മോഷൻ. അതാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഒരു മോഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് റൊട്ടേഷണൽ മോഷൻ എന്തായിട്ടുണ്ട്, ഇപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയിട്ടുണ്ട് തിരിച്ച്. അതുപോലെ തന്നെ ഈ ഒരു പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമുക്ക് എന്തായിട്ട് കിട്ടും? റൊട്ടേഷണൽ മോഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. നമുക്ക് മെഷീൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ഓൾസോ എ മെക്കാനിസം, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസം വിച്ച് അപ്പാർട്ട് ഫ്രം ഇമ്പാർട്ടിങ് എ ഡെഫിനിറ്റ് മോഷൻ ടു അതർ പാർട്ട് ഓൾസോ ട്രാൻസ്മിറ്റ് ആൻഡ് മോഡിഫൈ ദി അവൈലബിൾ മെക്കാനിക്കൽ എനർജി ഇൻ ടു സം കൈൻഡ് ഓഫ് ഡിസൈർഡ് വർക്ക്. അതാണ് ഇപ്പോൾ ഈ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെക്കാനിസം തന്നെയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിഫറെൻറ്റ് മെക്കാനിസത്തിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവൈലബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജീനെ ഡിസൈഡ് ആയിട്ടുള്ള വർക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് തരുന്നുണ്ട്. എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു ഒരു മോട്ടർ. അപ്പോൾ ആ ഒരു മോട്ടറിനകത്തുള്ള മെക്കാനിക്കൽ എനർജീനെ നമുക്ക് എന്തായിട്ടുണ്ട്, വർക്ക്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്ന മോഷനാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതാണ് ഒരു മെഷീൻ എന്ന് പറയുന്നത്. എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ, ഇറ്റ്സ് എ മെക്കാനിസം ഓർ എ കോമ്പിനേഷൻ ഓഫ് മെക്കാനിസംസ് which apart from imparting a definite motion to other part also transmit and modify the available mechanical energy into some kind of desired work. ഇതിനകത്ത് നമ്മൾ ഈ ഒരു മെക്കാനിസത്തിൻ്റെ സ്റ്റഡീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അനാലിസിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിന്തസിസ് വരുന്നുണ്ട്. അപ്പോൾ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഡിസൈൻ എന്താണ്, പാർട്സിൻ്റെ ഡിസൈനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. തന്നെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോഷൻ ആൻഡ് ഫോഴ്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു മെക്കാനിസത്തിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പാർട്സിൻ്റെ മോഷൻ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു മോഷൻ പോസിബിൾ ആകുന്ന
ഫോഴ്സിനൊക്കെ അനലൈസ് ചെയ്യുക. പിന്നീട് നമുക്ക് അനാലിസിസ് അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു പാർട്ടാണ്. ഇനി സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസൈൻ ചെയ്യുക ഡിഫറെൻറ്റ് പാർട്സ്. ഇനി നമുക്ക് എന്താണ് കൈനമാറ്റിക്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ അനാലിസിസ് അതുപോലെ തന്നെ സിന്തസിസ് രണ്ടായി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ മെക്കാനിസത്തിൻ്റെ സ്റ്റഡീനെ നമുക്ക് എങ്ങനെയൊക്കെ കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനകത്ത് വരുന്ന മോഷൻസിന് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഫോഴ്സ് കോസിങ് ദി മോഷൻ. ഇനിയിപ്പോൾ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് ഇവിടെ നമ്മൾ കൈനമാറ്റിക്സിൽ നമ്മൾ മോഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ഫോഴ്സിനെ നെഗ്ലക്റ്റ് ചെയ്യും. ഇവിടെ എന്താണ് ഫോഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡൈനാമിക്സിലൊരു മെക്കാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു ഈ ഡൈനാമിക്കിനെ തന്നെ നമുക്ക് എന്താണ് കൈനറ്റിക്സ് അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേഷനറി ആണ്. കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ മോഷൻ. അപ്പോൾ നമുക്കിനി എന്താണ് കൺസ്ട്രെയിൻ മോഷൻസ്, ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻ മോഷൻസ് നോക്കാം. അതിന് മുമ്പ് ഇപ്പോൾ എന്താണ് നമുക്ക് കൈനമാറ്റിക്സിൽ എന്താണ്, കൈനമാറ്റിക്സ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് ദാറ്റ് കോസ് ദ മോഷൻ, ഡീൽസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മോഷൻ ഇൻക്ലൂഡിങ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ കൈനമാറ്റിക്സിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. കൈനമാറ്റിക്സിനകത്ത് വരുന്നത് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, പിന്നെ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ദെൻ ഇനി ഡൈനാമിക്സിനകത്ത് എന്തൊക്കെ വരും നോക്കാം. ഇതിനകത്ത് എന്താണ് ന്യൂട്ടൺസ് ലോ, ഫോഴ്സ്, ദെൻ എനർജി ആൻഡ് മൊമെൻറ്റം. ഇനി നമുക്കെന്താണ് വേരിയസ് മെക്കാനിസംസ്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസംസ് നോക്കാം. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. എന്താണ് വേരിയസ് മെക്കാനിസംസ്. നമ്മൾ മെക്കാനിസം എന്താണെന്ന് കണ്ടു. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസം നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് സിമ്പിൾ മെഷീൻസ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ലിവർ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലിവേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ലിവർ ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ലിവർ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് ക്ലാസ് ലിവർ വരുന്നുണ്ട്. അപ്പോൾ ഫൾക്രം ലോഡ് അറേഞ്ച്മെൻറ്റ് വെച്ച് ഈ ഒരു ലിവറിൻ്റെ കേസ് നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. അടുത്തത് നോക്കാം. ഇനി വരുന്നതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു റാമ്പ് ആവാം, അതല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റെയർ കേസ് ആവാം. അപ്പോൾ റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മൂവ്മെൻറ്റ് പോസിബിളാണ്. സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടായിരിക്കും അതിനകത്ത്. അതിലെന്താണ് അടുത്താണെന്ത് പുള്ളി. അപ്പോൾ പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ്. പിന്നെന്താണ് വീൽ ആൻഡ് ആക്സിൽ. അടുത്താണ് വെഡ്ജ്. ദെൻ സ്ക്രൂ. ഇതൊക്കെയാണ് സിമ്പിൾ മെഷീൻസിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് അറിയുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിങ്കുകൾ, ലിങ്കേജ്. സിമ്പിൾ മെഷീൻസ് കഴിഞ്ഞു. അടുത്തത് ലിങ്കേജ്. അതിനകത്ത് 4 ബാർ ലിങ്കേജ്, 6 ബാർ ലിങ്കേജ്, അതുപോലെ തന്നെ ടോഗിൾ മെക്കാനിസം വരുന്നു. ഈ 6 ബാർ ലിങ്കേജിനെയാണ് നമ്മൾ ടോഗിൾ മെക്കാനിസം എന്ന് പറയുന്നത്. 4 ബാർ വരുന്നുണ്ട്, 6 ബാർ വരുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് ക്യാം ആൻഡ് ഫോളോവർ. ക്യാം ആൻഡ് ഫോളോവർ. അപ്പോൾ എന്താണ് റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ത് ക്യാം ആൻഡ് ഫോളോവർ. ദെൻ ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻസ്. ഗിയർ ട്രെയിൻസ്.
അപ്പോൾ അതിനകത്ത് ഒരുപാട് എക്സാമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയറും ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് റോട്ടറി മോഷനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനകത്ത് ഗിയറിൻ്റെ മെക്കാനിസം മെയിൻലി എന്താണ്, അതായത് സ്പീഡ് റെഗുലേറ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട്. ദെൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഡിഫറെൻറ്റ് പ്ലെയിൻസിനകത്തേക്ക് മോഷനെ കൺവേർട്ട് ചെയ്യാനും ഗിയർ കൊണ്ട് പറ്റും. അപ്പോൾ അതിനകത്ത് വരുന്നത് എക്സാമ്പിൾസ് സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ, ദെൻ വോം ഗിയർ, എപ്പിസൈക്ലിക് ഗിയേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഗിയർ, അതുപോലെ തന്നെ ഗിയർ ട്രെയിൻസിനകത്ത് വരുന്നത്. ദെൻ കുറച്ചും കൂടി എക്സാമ്പിൾസ് വരുന്നുണ്ട്. റാറ്റ്സെറ്റ് ആൻഡ് പൗള്, ജെനിയോ മെക്കാനിസം, സ്കോച്ചിയോക്ക് മെക്കാനിസം, ക്രാങ്ക് റോക്കർ മെക്കാനിസം. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻസ്. ഇപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്ട്രിക്റ്റഡ് മോഷൻസ് ആണ്. ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു ബോഡിക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും. അതിനകത്ത് എന്താണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുള്ളതാണ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷനാണ്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്താണ്, പിന്നെ മോഷൻ ബിറ്റ്വീൻ ടു എലമെൻറ്റ്സ് ഓഫ് എ പെയർ ഈസ് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ഈസ് നോൺ ആസ് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സ്, അതായത് ഒരു പെയറിനകത്ത് രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇടയ്ക്ക് എന്താണ് ഒറ്റ ഡയറക്ഷനിലുള്ള മോഷനെ പോസിബിൾ ആവുന്നുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് ഒരു പ്രിസം. അപ്പോൾ അതിനകത്തൊരു പ്രിസം കൺസിഡർ ചെയ്യുക. എന്താണ് അതിൻ്റെ സെൻറ്റർ എന്താണ്, ഹോളോ ആണ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രിസം കൂടി, അതായത് ഒരു പ്രിസത്തിനകത്ത് വേറൊരു ചെറിയ പ്രിസം എന്താ ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. ഈ ഒരു പ്രിസത്തിനകത്ത് ഇപ്പോൾ എന്താണ്, ഈ ഒരു ഇന്ന പ്രിസത്തിന് എന്താണ് റോട്ടറി മോഷൻ പോസിബിൾ അല്ല. ഇതിനകത്ത് എന്താണ് നമുക്ക് സ്ലൈഡിങ് മോഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്താണ് നമ്മുടെ ഒരു കുട കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കുടേൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കാലുകൾ എന്താണ്, ഇതിനകത്ത് ഈ സ്ലൈഡിങ് മോഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനകത്തുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കണ്ടത് ഒരു പ്രിസമായിരുന്നു. ഇപ്പോൾ ഒരു സർക്കുലർ ഷാഫ്റ്റ്, എന്താണിത് കോളർ വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു സർക്കുലർ ഷാഫ്റ്റിനകത്ത് വേറെ എന്താണ് ഒരു ഇന്നർ ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് ഈ ഒരു കോളർ വെച്ച് ഫിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താണ് ഇനി ഇതിന് സ്ലൈഡിങ് മോഷൻ എന്താണ് റെസ്ട്രിക്റ്റഡ് ആണ്, റോട്ടറി മോഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഫോഴ്സ് കൊടുക്കണ ഫോഴ്സിന് റെസ്പെക്റ്റീവായിട്ട് സിംഗിൾ ഡയറക്ഷനിൽ മാത്രം മോഷൻ പോസിബിൾ ആയിട്ടുള്ളതിനാണ് നമ്മൾ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. Incompletely constrained motion എന്താണ്, when motion between two elements of the pair is possible more than in one direction depend upon the direction of force applied. അപ്പോൾ എന്താണ് ഇവിടെ ഫോഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് മോർ ദാൻ വൺ ഡയറക്ഷനിൽ മോഷൻ പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സർക്കുലർ ഷാഫ്റ്റ് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് ഇന്നർ ഷാഫ്റ്റിനെ കോളർ വെച്ച് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിന് സ്ലൈഡിങ് മോഷനും പോസിബിളാണ്, റൊട്ടേഷണൽ മോഷനും പോസിബിളാണ്. എന്താണ് രണ്ട് ഡയറക്ഷനിൽ മോഷൻ പോസിബിളാണ്. അതുപോലെ തന്നെ എന്താണ് വെച്ചിട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദി ഫോഴ്സ് അപ്ലൈഡ്. മറ്റടുത്ത് എന്താണ് ഒറ്റ ഡയറക്ഷനിലെ മോഷൻ പോസിബിൾ ആവുള്ളൂ, എന്താണ് ഫോഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് ഒന്നിലധികം ഡയറക്ഷനിലെ മോഷൻ പോസിബിളാണ്. അടുത്തത് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. അപ്പോൾ ഒരു പെയറിനകത്ത് എന്താണ് ഒന്നിലധികം ഡയറക്ഷനിലുള്ള മോഷൻ പോസിബിൾ ആണ്, പക്ഷെ എന്താണ് എക്സ്റ്റേണൽ മീൻസ് കൊണ്ട് അതിന് റെസ്ട്രിക്റ്റ് ചെയ്യാം.
നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒരു പിസ്റ്റൺ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് എന്താണ്, ആ പിസ്റ്റൺ വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ മോഷൻ പോസിബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ് റെസിപ്രോക്കേറ്റഡ് മോഷനും പോസിബിൾ ആണ്. പക്ഷെ എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പിസ്റ്റൺ ഇതിനകത്ത് പിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട്, മീൻസ് ആ ഒരു പിസ്റ്റൺ പിൻ ചെയ്തിട്ടുള്ളതെന്താണ്, അതിന് പിസ്റ്റണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. റോട്ടറി മോഷൻ എന്താണ് കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ ബൈ എക്സ്റ്റേണൽ മീൻസ് എന്താണ്, ഒന്നിലധികം ഡയറക്ഷനിലെ മോഷൻ ഉള്ളതിന് എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, എന്നിട്ട് ഒറ്റ ഡയറക്ഷൻ ആക്കി മാറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ അത് നമ്മൾ കണ്ടത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ്, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ്, ദെൻ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. അപ്പോൾ കൺസ്ട്രെയിൻ മോഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് റിജിഡ് ബോഡി അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ബോഡി എന്താണെന്ന് നോക്കാം. അപ്പോൾ റിജിഡ് ബോഡി ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, മറ്റു സബ്ജക്ട്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എന്താണ്, ഒരു ബോഡിയിൽ നമ്മൾ എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ചെയ്യുക, റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതിനെ നമുക്ക് എന്ത് വിളിക്കുക, റിജിഡ് ബോഡി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സ് ഇറ്റ് ഡസ് നോട്ട് സഫർ എനി ഡിസ്റ്റോർഷൻ ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിൻറ്റ്സ്. ഇപ്പോൾ ഡിഫോർമേഷൻ പോസിബിൾ, അതായത് ഇൻറ്റേർണൽ എലമെൻസിനും ഡിഫോർമേഷൻ പോസിബിൾ അല്ലാത്ത ബോഡീസിനെ നമുക്ക് റിജിഡ് ബോഡി എന്ന് വിളിക്കാം. ദെൻ റെസിസ്റ്റൻറ്റ് ബോഡി, റെസിസ്റ്റൻറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർ ദി ആക്ഷൻ ഓഫ് ഫോഴ്സ് ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ബോഡീസാണ് എന്ത്, ഡിഫോമബിൾ ബോഡീസ്, മീൻസ് റെസിസ്റ്റൻറ്റ് ബോഡീസ്. ഈ റിജിഡ് ബോഡി അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ബോഡി അതുപോലെ തന്നെ എന്താണ്, ഇനി സെമി റിജിഡ് ബോഡീസ് വരുന്നുണ്ട്. ഇപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് അസംഷനിലാണ്. അപ്പോൾ ഏതൊരു ബോഡിക്ക് എന്താണ് സെർട്ടൻ ഡിഗ്രി ഓഫ് ഡിഫോർമേഷൻ സംഭവിക്കും അണ്ടർ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്. ഇത് നമുക്ക് എന്താണ് ലിങ്ക് ആണുള്ളത്. നമ്മൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് റെസിസ്റ്റൻറ്റ് ബോഡീസിനൊക്കെ റിജിഡ് ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്തൊരു പാട്ട് ലിങ്കുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാ മെക്കാനിസംസും എന്താണ് നമ്പർ ഓഫ് ലിങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ മെക്കാനിസം ഉണ്ടാക്കി എടുക്കുന്നത്. എന്താണ് നമ്പർ ഓഫ് റിജിഡ് ബോഡീസ് വെച്ചിട്ടാണ്. അതിലെന്താ പറയുക, നമുക്ക് മെക്കാനിസത്തിലെ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് എന്താണ് ലിങ്ക്സ് എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ വരുന്ന റെസിസ്റ്റൻറ്റ് ബോഡി ഗ്രൂപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ് വിച്ച് റിജിഡ് കണക്ഷൻ പ്രിവെൻറ്റിംഗ് ദയർ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ് എ ലിങ്ക്. അപ്പോൾ എന്താണ്, ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് ബോഡീസ് വിത്ത് റിജിഡ് കണക്ഷൻ പ്രിവെൻറ്റിംഗ് ദയർ റിലേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ ഓരോ ബോഡിക്ക് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെയർ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ മോഷൻ റിലേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആയി പോകും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെഡ്യൂസ്ഡ് ആവും. ഒരു ലിങ്കിനെ നമുക്ക് എന്താണ് കൈനമാറ്റിക് ലിങ്ക് ഓഫ് എലമെൻറ്റ് എന്നും കൂടി എന്താ പറയുക വിളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി എന്താണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ബൈനറി ലിങ്ക്, ദെൻ ടെർണറി ലിങ്ക്, ദെൻ ക്വാട്ടർണറി ലിങ്ക്. അതാണ് ഇതിൻ്റെ എൻഡ് പോയിൻറ്റ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും എന്താണ് ഈ എൻഡ് പോയിൻറ്റ്സിനനുസരിച്ച്, അതായത് എത്ര എൻഡ് പോയിൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആണ് ഒരു ലിങ്ക് കണക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു പേര് വരുന്നത്. എന്താണ് ബൈനറി ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് പോയിന്റിലായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു പോയിന്റിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മോഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുന്നത് റിവോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇൻ ബിറ്റ്വീൻ മോഷൻ എന്തായിരിക്കും, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ എന്താണ് ഈ രണ്ട് പോയിൻറ്റ്സിനിടയ്ക്ക് എന്താണ് ഈ ഒരു ബോഡിക്ക് ഈ ഒരു ലിങ്കിന് എന്തായിരിക്കും മോഷൻ ഉണ്ടാവില്ല. ഈ രണ്ട് പോയിൻറ്റ്സിന് അബൌട്ടായിട്ട് എന്താണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ ടെർണറി ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താ 3 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ എന്താണ് ഈ ഇൻ ബിറ്റ്വീൻ മോഷൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും.
അതായത് എന്താണ് ഈ 3 പോയിൻറ്റ്സിന് എബൌട്ട് ആയിട്ടായിരിക്കും എന്ത് ഉണ്ടാവുക, അതിൻ്റെ മോഷൻ പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഇൻ ബിറ്റ്വീൻ എന്താണ് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ദ ഈ 3 പോയിൻറ്റ്സിന് ഇടയ്ക്ക് എന്താണ് മോഷൻ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ദെൻ ക്വാർട്ടർണറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4 പോയിൻറ്റ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലിങ്കുകൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ് പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബൈനറി എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റിന് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിരിക്കും. ഇപ്പോൾ ടെർണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 3 പോയിൻറ്റിനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്വാർട്ടർണറി എന്ന് പറയുമ്പോൾ 4 പോയിൻറ്റിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണ് ഇൻ ബിറ്റ്വീൻ എന്താണ് റിലേറ്റീവ് മോഷൻസ് ഉണ്ടാവില്ല. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു വീഡിയോൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക.